നമ്മൾ എത്രമാത്രം ഇൻഫർമേഷൻ ആണല്ലേ ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്നത്. പല പല സോഴ്സസ്, സോഷ്യൽ മീഡിയയിലാവട്ടെ, ന്യൂസിലാവട്ടെ, അതും അല്ലെങ്കിൽ എത്ര ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, ഒത്തിരി ഇൻഫർമേഷൻ കൺസ്യൂം ചെയ്യുന്നുണ്ട് എവറിഡേ. ആൻഡ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? എത്രമാത്രം അറിയുന്നോ, എത്രമാത്രം കാര്യങ്ങളെ പറ്റി അറിയുന്നോ അത്രയും നല്ലതല്ലേ. പത്രം വായിക്കണം, ന്യൂസ് കാണണം, എല്ലാം അറിയണം, എല്ലാം എത്ര മാക്സിമം ഇൻഫർമേഷൻ അറിയുന്ന ആളാണ് ബെസ്റ്റ്. പക്ഷെ നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളത്, നമുക്ക് ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ ഈ കൺസ്യൂം ചെയ്യുന്ന ഇൻഫർമേഷൻ? ഇത്രയും ഇൻഫർമേഷൻ കൺസ്യൂം ചെയ്യുന്നത് നമ്മളെ ഏതെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഒബ്വിയസ്ലി മെന്റൽ ആക്ടിവിറ്റി കൂടുന്നതും അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിഷ്യന്റ് ആയി മാറുന്നതും, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്കപ്പുറം നമ്മളെ ഇന്റേണലി ഏതെല്ലാം രീതിയിലാണ് ഇത് ബാധിക്കുന്നത്? നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത കുറെ ഏരിയയിൽ ഇത് ബാധിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾക്കുള്ള ഓരോ ഡ്രീംസും, വിഷൻസ്, ആസ്പിറേഷൻസ്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ നേടണം എന്നുള്ളതൊക്കെ നമ്മളുടെ സ്വയം ആവശ്യമാണോ, നമ്മുടെ സ്വയം വിഷാണോ എന്നുള്ളത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയാതെ വന്നിട്ടുണ്ട് ഇത്രയും ഇൻഫോർമേഷൻ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട്. കാരണം ഇതിൽ ചില കാര്യങ്ങളൊക്കെ, ചില നീഡ്സ് ഒക്കെ നമ്മൾ ബോറോ ചെയ്തിട്ടുള്ള ഡിസയറുകളാണ്, ബോറോ ചെയ്തിട്ടുള്ള ഗോൾസ് ആണ്. നമ്മൾ ഒരാൾ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇടുന്നത് കാണുമ്പോൾ അതുപോലെയുള്ളത് അതുപോലെ എനിക്കും ചെയ്യണം എന്ന് തോന്നുക, അല്ലെങ്കിൽ എനിക്ക് ഇനി ഒരാൾ ഒരു കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു കാർ വേണമെന്ന് തോന്നുക. അപ്പൊ ആ ഒരു കാർ കാണുന്നത് വരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല, അതായത് അത് വേണം എന്നുള്ളത്. പക്ഷെ അത് കണ്ടപ്പോൾ നിങ്ങൾ ആഡ് ചെയ്തു ലിസ്റ്റിലേക്ക് ഒരു ഡിസയർ. ഇങ്ങനെ നമ്മൾ നോക്കിക്കാണുന്ന ആൾക്കാരെ കണ്ടിട്ട് അതുപോലെ ആവണം എന്ന് വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ നോക്കിക്കാണുന്നത് ഒരാളെ അല്ല, രണ്ടാളെ അല്ല, ഒത്തിരി ആൾക്കാരെയാണ്. എല്ലാവരുടെ അടുത്തുനിന്ന് നമ്മൾ ഒന്നോ രണ്ടോ ഡിസയർസ് ബോറോ ചെയ്യുന്നുണ്ടല്ലേ. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇന്ന് എത്ര നല്ലതാണെന്നോ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ നമ്മളുടെ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ ഉള്ളത് നമ്മൾക്ക് ഒരു രീതിയിലും ഓർക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഡിസയർസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം കൂടി ആഡ് ചെയ്താൽ എൻ്റെ ലൈഫ് ഒന്നും കൂടി മെച്ചപ്പെടാം, ഈ ഒരു കാര്യം കൂടി ആഡ് ചെയ്താൽ എൻ്റെ ലൈഫ് വീണ്ടും മെച്ചപ്പെടാം. ആ ഒരു ജേർണിയിൽ നമ്മൾ നമ്മളുടെ പ്രസന്റിനെ പറ്റി ഒന്നും ആലോചിക്കുന്നില്ല. നമ്മൾ ജീവിക്കുന്നത് നാളത്തെ ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. എന്നും ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അതിപ്പോ 10 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും 10 കൊല്ലം കഴിഞ്ഞുള്ള ഒരു നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഇന്നത്തെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുന്നില്ല. ഇന്നത്തെ നിങ്ങൾ ഹാപ്പി ആണോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നേയില്ല. നിങ്ങൾ 10 കൊല്ലം മുന്നേയുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അന്നുണ്ടായ ഡിസയർസ് ഒക്കെ ചിലതൊക്കെ നടന്നിട്ടുണ്ടാവാം, ചിലതൊക്കെ നടന്നിട്ടില്ല. എന്നാലും നടന്നതിനെ ഓർത്ത് നിങ്ങൾ വിചാരിച്ചത്ര ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടായോ? അത് നിങ്ങൾ വിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും എന്നുണ്ടായിരുന്നപ്പോ ഞാൻ എത്രമാത്രം ഹാപ്പി ആവുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? അത്രമാത്രം നിങ്ങൾ ഹാപ്പി ആയോ? ഇങ്ങനെ നമ്മൾ ബോറോ ചെയ്യുന്ന ഓരോരോ ഡിസയറും നമ്മൾക്ക് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിനപ്പുറം കൂടുതൽ ഇൻസെക്യൂരിറ്റീസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇതില്ല, എനിക്ക് അതില്ല, എനിക്ക് ഇതും അതും ഇതും ഒക്കെ ഉണ്ടെങ്കിലും വേറെ എന്തോ ഒരു സാധനം ഇല്ല. നമ്മൾ ഇന്നുള്ളത് കൊണ്ട് തൃപ്തരായിട്ട് ഇനി വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ജീവിക്കണം എന്നല്ല. പക്ഷെ നിങ്ങൾ അവെയർ ആവുക, നിങ്ങൾ ഈ ബാസ്ക്കറ്റിൽ, നിങ്ങളുടെ ഡിസയർ എന്നുള്ള ബാസ്ക്കറ്റിൽ വാരി കൂട്ടുന്നത് എത്ര ആൾക്കാരുടെ ഡിസയർസ് ആണ്, എത്ര ഡിസയർസ് ആണ് എന്നുള്ളത് നിങ്ങൾ കുറച്ച് അവെയർ ആവുക. അതിൽ പലതും മീനിങ് ഫുൾ ആയിരിക്കാം, പലതും നിങ്ങൾക്ക് അത്രയും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പൊ അതൊന്നും വേണ്ടാന്ന് വെക്കണം എന്നല്ല. പക്ഷെ നിങ്ങളൊരു ഡസ്റ്റ്ബിൻ പോലെ വാരിക്കൂട്ടരുത്. നിങ്ങളൊരു ഡസ്റ്റ്ബിൻ പോലെയാണ് വാരിക്കൂട്ടുന്നതെങ്കിൽ ഈ വാരിക്കൂട്ടുന്ന ഒരു ഡിസയറിനും മീനിങ് ഉണ്ടാവില്ല. ഇത്രയും ഇൻസെക്യൂരിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിന് വേറൊരു ബൈ പ്രോഡക്റ്റും കൂടി ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ തന്നെ വളരെ ജഡ്ജ്മെന്റലായിട്ട് കാണുന്നത്. അതായത് നിങ്ങൾ എന്നും ഒരു ഇല്ലായ്മയിലാണ് ജീവിക്കുന്നത്. എന്തൊക്കെയോ കുറഞ്ഞൊരു ജീവിതമാണ് എൻ്റെത് എല്ലാ ദിവസവും. എത്രയാണെങ്കിലും അതിപ്പോ ഇന്നത്തെ ദിവസം എന്തുണ്ടെങ്കിലും നമ്മൾ ഇന്ന് എന്തോ നാളേക്കാൾ കുറഞ്ഞൊരു ജീവിതമാണ് എൻ്റെത് എന്നുള്ളത് പോലെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട് എന്ന് നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ കൺഫേം ചെയ്യുന്നത് കൊണ്ടാണ്. ആൻഡ് ഈ ഇൻസെക്യൂരിറ്റീസ് പല ആൾക്കാരെ പല രീതിയിലും ബോധർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, എല്ലാ ആൾക്കാരും അവനവന്റെ ഇൻസെക്യൂരിറ്റീസിൽ അത്രയും കൺസ്യൂംഡ് ആണ്. നിങ്ങളെപ്പറ്റി ആലോചിക്കാൻ സത്യം പറഞ്ഞാൽ ആർക്കും നിങ്ങൾ വിചാരിക്കുന്നത്ര ഒരു സമയമൊന്നുമില്ല. ഇന്നയാൾ എന്ത് വിചാരിക്കും, മറ്റേ ആളെന്ത് വിചാരിക്കും എന്ന് പറയുന്നത് പോലെ അത്രയും ആൾക്കാർക്ക് നിങ്ങളെപ്പറ്റി വിചാരിക്കാൻ അത്രയും സമയമൊന്നുമില്ല. അവരെന്തെങ്കിലും നിങ്ങളെപ്പറ്റി ഒരു വാർത്ത കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ അതിലെ ഇതിലെയോ പോകുമ്പോഴോ ഒന്ന് കമന്റ് ചെയ്യുന്നതോ, അപ്പൊ എന്തെങ്കിലും ഒരു കമന്റ് പറയുന്നതിനപ്പുറം നിങ്ങളെപ്പറ്റി വേവലാതിപ്പെടാനോ നിങ്ങളെപ്പറ്റി ആലോചിക്കാനോ നിങ്ങളിൽ ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യാനോ അങ്ങനെ എല്ലാവർക്കും സമയമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് പിക്ചർ എടുത്താൽ എല്ലാവരും ആ പിക്ചർ കാണുമ്പോൾ അവനവന്റെ ഫേസ് ആണ് സൂം ചെയ്ത് നോക്കുന്നത്. അതായത് എനിക്ക് എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടോ,
അല്ലാതെ എത്ര പേർക്കാണ് സമയം കുത്തിയിരുന്ന എല്ലാവരുടെ ഫേസിലും എന്തൊക്കെ ഫ്ലോ ഉണ്ട്, അല്ലെ ഇന്നയാള് ഫോട്ടോ എടുത്തപ്പോ ഇന്നയാള് കണ്ണടച്ചു പോയോ, ഇന്നയാള് തിരിഞ്ഞാണോ നിൽക്കുന്നത്, ഒന്നും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് അവനവന്റെ ഇൻസെക്യൂരിറ്റീസിലാണ്. നമ്മൾ എത്രത്തോളം ഇറെലവന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കൺസ്യൂം ചെയ്യുന്നുണ്ടോ അത് നമുക്ക് ഹാംലെസ് അല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് നമ്മളുടെ പല തലങ്ങളിലും പല രീതിയിലുള്ള ഇൻസെക്യൂരിറ്റീസ് വൺ ബൈ വൺ ആഡ് ചെയ്യാണ്. അതിന്റെ എമൗണ്ട് കൂടിക്കൂടി വരുമ്പം നമ്മൾ കൂടുതൽ ജഡ്ജ്മെന്റൽ ആവാണ്, നമ്മൾ കൂടുതൽ അൺഹാപ്പി ആവാണ്, നമ്മളുടെ ജീവിതത്തിലുള്ള കുറവുകൾ നമ്മൾ അത്രയും വലുതായിട്ടാണ് കാണുന്നത്. ഏതോ ഒരു നാളേക്ക് വേണ്ടിയാണ് നിങ്ങൾ എല്ലാ ദിവസവും ജീവിക്കുന്നത്. ഡിസയർസ് ഉണ്ടാവുക എന്നുള്ളത് തെറ്റായ കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഓരോ ദിവസവും ജീവിക്കുന്നത് നിങ്ങൾക്ക് തോന്നുമ്പോഴാണ് അത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫായി മാറുന്നത്. ഇന്നത്തെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഇന്ന് നടന്ന നിങ്ങളുടെ ഈ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു കാര്യം ഇന്ന് നടക്കുകയാണെങ്കിൽ അതിനെ അക്നോളജ് ചെയ്യാൻ തന്നെ നിങ്ങളുടെ കയ്യിൽ സമയം ഉണ്ടായിരിക്കില്ല. അത്രയും ബിസി ആയിട്ട് അത്രയും ഫാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മളുടെ തോട്ട്സ് പോവുക. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഇൻഫോർമേഷന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ഈ സ്ട്രെസ്. നമ്മൾ ഇത്രയും ഇൻസെക്യൂർ ആവുമ്പം ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ബാക്കിയുള്ളവരിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം, അതിനോടാണല്ലോ നമ്മൾക്ക് ഇത്രയും പേടി. ഞാനും ഇന്ന ആൾക്കാരെ പോലെ ആയിരുന്നെങ്കിൽ എല്ലാം ഒരുപോലെയായി, എല്ലാവരും ഒരുപോലെ, എല്ലാവരെയും കാണാൻ ഒരുപോലെ, എല്ലാവരുടെയും പ്രവൃത്തികളൊക്കെ ഒരുപോലെ, വിഷൻ ഒരുപോലെ, നടക്കുന്നത് ഒരുപോലെ, ഇരിക്കുന്നത് ഒരുപോലെ. എന്ത് ബോറിംഗ് ആണത്. നിങ്ങളെ എന്താണോ യുണീക്ക് ആക്കുന്നത്, നിങ്ങളുടെ പോരായ്മകൾ തന്നെയാണ് നിങ്ങളെ യുണീക്ക് ആക്കുന്നത്. ആ പോരായ്മകളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സ്ട്രെങ്ത് ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു യുണീക്നെസ്സിനെ നിങ്ങൾ ഹൈഡ് ചെയ്ത് മാക്സിമം ഞാനും ഇന്നയാളെ പോലെ ആവാം, ഇന്നയാളെ പോലെ ഒരു എല്ലാവരും ഒരുപോലത്തെ ഒരു മാസ്ക് ഇട്ട് നടക്കാം, അപ്പൊ എല്ലാവരും ഒരുപോലെ ആവും, ഞാൻ എന്റെ പോരായ്മകൾ ആരും കാണുന്നില്ല. നിങ്ങൾ കോൺഷ്യസ്ലി അത് എത്രമാത്രം ഒളിപ്പിച്ചു വെക്കാൻ നോക്കുന്നോ അത്രയും കോൺഷ്യസ്ലി നിങ്ങൾ അക്നോളജ് ചെയ്യാണ്, എനിക്ക് ഇങ്ങനെ ഒരു പോരായ്മയുണ്ട്, ഞാൻ ഈ രീതിയിൽ വ്യത്യസ്തയാണ് അല്ലെ വ്യത്യസ്തനാണ്. ആ ഒരു വ്യത്യസ്തതയെ നിങ്ങൾ എംബ്രേസ് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ നിങ്ങൾ എന്നും ഇൻസെക്യൂർ ആയിരിക്കും ലൈഫിൽ. ഇനി ഏതേനും വിധേന നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഭവം സോൾവ് ചെയ്തെങ്കിൽ ആ ഒരു മെന്റാലിറ്റിയോട് കൂടി ജീവിക്കുന്നത് നിങ്ങൾ അടുത്ത കുറ്റം അപ്പം തന്നെ കണ്ടുപിടിക്കും. പിന്നെ അതായിരിക്കും നിങ്ങളുടെ ടെൻഷൻ. നമ്മുടെ അകത്ത് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമാണ് എനിക്ക് തിരുത്തണം എന്ന് തോന്നുന്നതെങ്കിൽ അത് തിരുത്താൻ നിങ്ങൾ ശ്രമിക്കുക. തിരുത്താൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ, ഒരു രീതിയിലും തിരുത്താൻ പറ്റാത്തതായിട്ട് നമ്മളുടെ ഉള്ളിലോ അല്ലെങ്കിൽ ഇത് വേറെ എക്സ്റ്റേണൽ പ്രഷർ കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ നിങ്ങൾ അത് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു സംഭവം എങ്ങനെ മാറ്റാം എന്നുള്ളത് ആലോചിച്ച് വേവലാതിപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സ്ട്രെസ്ഫുൾ ആക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള വ്യക്തി. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു പാക്കേജായി കാണാൻ തോന്നുക. എന്തൊക്കെയോ പോരായ്മകളും എന്നാൽ കുറെ നന്മകളും പിന്നെയും വേറെ കുറെ ക്യാരക്ടറിസ്റ്റിക്കുമുള്ള ഒരു വ്യക്തി, അതാണ് നിങ്ങൾ. അതിനകത്ത് നിങ്ങളെ വ്യത്യസ്തനാക്കുന്ന അല്ലെ വ്യത്യസ്തയാക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റി കളഞ്ഞ് നിങ്ങൾ എല്ലാവരും ഒരേ അച്ചിൽ ഫിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് നല്ലതാണോ? അത് ആവശ്യമുള്ള ഒരു കാര്യമാണോ? അതാണ് ഇന്നത്തെ